Welcome to yet another episode of AV Tiles and Sanitary Kollam. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വീട്ടിലേക്ക് ബ്രാൻഡഡ് ടൈൽസ് വാങ്ങണോ അതോ അൺബ്രാൻഡഡ് ടൈൽസ് വാങ്ങണോ കണ്ടു നോക്കാം. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു കാണും, ഒരു ടൈൽ കടയിൽ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ അവിടെ ബ്രാൻഡഡ് ടൈൽസിന്റെ അളവ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അൺബ്രാൻഡഡ് ടൈൽസ് ആയിരിക്കും അവരുടെ മെയിൻ പ്രൊഡക്ട്സ്. ബ്രാൻഡഡ് ടൈൽസും അൺബ്രാൻഡഡ് ടൈൽസും ഒരിക്കലും ഒരേ ലെവലിൽ ഒരു കടയിൽ കാണാൻ കിട്ടില്ല. അത് എന്തുകൊണ്ടാ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ ആൻസർ അത്ര സിമ്പിൾ അല്ല, ശരി കോംപ്ലക്സ് ആൻസർ ആണ്. അതുകൊണ്ട് ഞാൻ അതിനൊരു ആൻസർ തരുന്നില്ല, പക്ഷേ ഇതിന്റെ ഡിഫറൻസസ് പറയാം. ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ബ്രാൻഡഡ് ടൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനം കജാരിയ തന്നെയാണ്. എന്നാലും ഇത് കൂടാതെയും കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. സിംബോളോ, നിറ്റ്കോ, സൊമാനി, AGL ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡഡ് ടൈൽസ്. അൺബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു പേര് ആരുടെ മനസ്സിൽ വരത്തില്ല. എന്നാൽ ആയിരക്കണക്കിന് കടകളിൽ പതിനായിരക്കണക്കിന് ഡിസൈനിൽ അൺബ്രാൻഡഡ് ടൈൽസ് ഇരിക്കുന്നു. എങ്ങനെയാണ് പേര് കേൾക്കാത്ത ഈ ടൈൽസ് പേര് കേട്ട് ഈ 5-6 കമ്പനിയായിട്ട് മാർക്കറ്റിൽ ഫൈറ്റ് ചെയ്യുന്നത്? കേട്ട് നോക്കാം. ബ്രാൻഡഡ് ടൈൽസ് മിക്കപ്പോഴും ലിസ്റ്റഡ് കമ്പനീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിൽ അവരുടെ ഷെയർ നമുക്ക് മേടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണ് ഈ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തും ഏത് ലെവലിലും ഉണ്ടാക്കി ഇവർക്ക് വിൽക്കാൻ പറ്റില്ല. ഗവൺമെന്റ് എന്ത് ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്ത് ഈ ടൈൽസ് ഉണ്ടാക്കണം എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഗവൺമെന്റ് പല ടെസ്റ്റുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരുണ്ടാക്കുന്ന ടൈൽസ് ആ ടെസ്റ്റുകൾ പാസ് ആവണം. ഈ ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനം വാട്ടർ പെനിട്രേഷൻ ടെസ്റ്റ്, രണ്ടാമത്തെ സ്ട്രെങ്ത് ടെസ്റ്റ്, മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ സ്ക്രാച്ച് റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഈ 3 ടെസ്റ്റാണ് ഏറ്റവും പ്രധാനം. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ടെസ്റ്റുകൾ ഈ ടൈൽസ് ഒരിക്കലും പാസ് ആവില്ല. അതുകൊണ്ട് ബ്രാൻഡഡ് ടൈൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് മേൽനോട്ടത്തിലുള്ള ടെസ്റ്റുകൾ പാസ്സായ ടൈൽസ് ആയിരിക്കും ഇവ. ഇത് മാത്രമല്ല, ബ്രാൻഡഡ് കമ്പനീസ് അവരുടെ ഓൺ ഇമേജിന്റെ പുറത്തും കൂടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മോശമായ പ്രൊഡക്ട്സ് അവർ ഇറക്കി കഴിഞ്ഞാൽ ഇത് അവരുടെ ഇമേജിനെയും അവരുടെ ഷെയർ വാല്യൂനെയും ഒക്കെ ഇത് ബാധിക്കുന്നതുകൊണ്ട് അവർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ഈ ടൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊരു ടൈൽ മാനുഫാക്ചറിംഗിലും ഏറ്റവും ഇമ്പോർട്ടന്റ് കോസ്റ്റ് ഒന്ന് കളറാണ്. നിറം ഒരു വലിയ കോസ്റ്റ് ആണ്. ഹീറ്റിംഗ്, അതായത് ടൈലിനെ ചൂടാക്കുന്ന ഹീറ്റിംഗ് ഗ്യാസിന്റെ കോസ്റ്റ്, അത് വലിയൊരു ഫാക്ടറാണ്. ഈ 2 ഫാക്ടറാണ് ബ്രാൻഡഡിനെയും അൺബ്രാൻഡഡിനെയും ഡിഫറെന്റ് ആക്കുന്നത്. ബ്രാൻഡഡ് ടൈൽസ് നല്ല കളേഴ്സും നല്ല പിഗ്മെന്റ്സും ഉപയോഗിക്കും. അവർ ടൈലിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹീറ്റിംഗും കൊടുക്കും. ഈ 2 പോയിന്റിലാണ് അൺബ്രാൻഡഡ് ടൈൽസ് കോസ്റ്റ് കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അൺബ്രാൻഡഡ് ടൈൽസ് മോശമാണോ? ഒരിക്കലും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആൻസർ തരാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ ഡിഫറൻസസ് കേട്ടിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. ഈ എന്റെ സൈഡിൽ കാണുന്നത് കജാരി എറ്റേണിറ്റിയുടെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. കളേഴ്സ് നമുക്ക് കണ്ടുകൊണ്ട് ജഡ്ജ് ചെയ്യാം, ആർക്കും ജഡ്ജ് ചെയ്യാം, ഇത് നല്ലതാണ്, ഇത് മോശമാണ്. അപ്പൊ കമ്പനീസ്, ബ്രാൻഡഡ് കമ്പനീസും അൺബ്രാൻഡഡ് കമ്പനീസും കളേഴ്സ് മാറ്റിയെടുക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് ജനങ്ങൾക്ക് വ്യക്തമാവുമെങ്കിലും ഹീറ്റിംഗിന്റെ ഡിഫറൻസ് ആണ് പലർക്കും മനസ്സിലാവാത്തത്. എന്റെ സൈഡിൽ കാണുന്നത് കജാരി എറ്റേണിറ്റിയുടെ ഡിജിറ്റൽ പോളിഷ് ടൈൽസ് ആണ്. ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന്റെ ഇടയ്ക്ക് സ്പേസർ വെച്ചിട്ടുണ്ട്. എല്ലാ ബ്രാൻഡഡ് കമ്പനീസും അവരുടെ ബോക്സിന്റെ പുറത്ത് സ്പേസർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം എന്നിപ്പോൾ എഴുതി തുടങ്ങി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ഈ ടൈൽസിന് പ്രോപ്പർ ഹീറ്റിംഗ് കൊടുക്കുന്നു. നമ്മൾ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു പപ്പടം ഒരു പാക്കറ്റിൽ മേടിക്കുമ്പോൾ അത് നല്ല കൃത്യമായിട്ട് അടുക്കി ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് ഒരു പൊളവും ഇല്ലാതെ ഇരിക്കുന്നു. എന്നാൽ അതേ പപ്പടം എണ്ണയ്ക്കകത്തോട്ട് എറിഞ്ഞു കഴിയുമ്പോൾ അത് പൊളഞ്ഞ് അതിന്റെ ഷേപ്പ് മാറുന്നു. മോർ ഓർ ലെസ് ദ സെയിം പ്രിൻസിപ്പിൾ അപ്ലൈസ് ടു ടൈൽസ്. നല്ല ഹീറ്റിംഗ് കിട്ടിയ ടൈൽ ചൂടാവുമ്പം അത് പൊളയും. അത് പൊളയുമ്പം അതിനൊരിക്കലും എഡ്ജസ് സ്ട്രേറ്റ് ആവത്തില്ല. ഇനി ടൈൽസിൽ എഡ്ജസ് സ്ട്രേറ്റ് ആക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതിന് 13 mm കൂടുതൽ തിക്നെസ് കൊടുക്കണം. ഇപ്പൊ എന്റെ സൈഡിൽ കാണുന്നത് കജാരി എറ്റേണിറ്റിയുടെ പോളിഷ് വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഇതിനകത്ത് ടൈൽസ് മാത്രമല്ല, നിങ്ങൾ ഈ സ്പേസറും ശ്രദ്ധിച്ചു കാണും. ബ്രാൻഡഡ് കമ്പനീസ് എപ്പോഴും അവരുടെ ബോക്സിന്റെ പുറത്ത് സ്പേസർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം എന്ന് എഴുതാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ഗവൺമെന്റ് പറയുന്ന പോലെ അല്ലെങ്കിൽ ഗവൺമെന്റ് നിബന്ധനകൾ പോലെ പ്രോപ്പർ ഹീറ്റിംഗ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഹീറ്റിംഗ് കൊടുക്കുന്നതും സ്പേസർ വെക്കുന്നതും തമ്മിൽ എന്തുവാണ് ബന്ധം? അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഒരു പാക്കറ്റ് പപ്പടം മേടിച്ചാൽ അത് പാക്കറ്റിൽ ഇരിക്കുന്നത് വെൽ സ്റ്റാക്ഡ് ആയിട്ടും ഒരേ ഷേപ്പിലുമാണ്. എന്നാൽ ഇതേ പപ്പടം നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് കാച്ചി എടുത്തു കഴിഞ്ഞാൽ എല്ലാ പപ്പടവും സെപ്പറേറ്റ് ഷേപ്പ് ആയിരിക്കും. മോർ ഓർ ലെസ് അത് തന്നെ ഒരു വളരെ മൈക്രോ ലെവലിൽ ടൈലിനും സംഭവിക്കും. നല്ല ഹീറ്റിംഗ് കിട്ടി കഴിയുമ്പം ഈ ടൈൽസ് പൊളയും. എന്നാൽ പൊളയാത്ത ടൈൽസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതിന് ടൈൽസിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് 13 mm അതിൽ കൂടുതലും വരണം. അപ്പോൾ 13 mm ടൈൽ തിക്നെസ് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ ടൈൽസ് മാർക്കറ്റ് റേറ്റിന് വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കമ്പനീസ് പിന്നെ അത് വിൽക്കുന്ന റേറ്റിന് ജനങ്ങൾ അത് മേടിക്കില്ല. അത് അറിഞ്ഞുകൊണ്ടാണ് കമ്പനീസ് ഇത് 8 mm പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം അൺബ്രാൻഡഡ് ടൈൽസ് ഈ ഗവൺമെന്റ് നിബന്ധനകൾക്ക് വിധേയരല്ലാത്തതുകൊണ്ട് അവർ സ്വല്പം ഹീറ്റിംഗ് കുറയ്ക്കും. ഹീറ്റിംഗ് കുറയ്ക്കുമ്പം അവരുടെ ടൈൽസ് അത്രയും പൊളയേയില്ല. പൊളയാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് അൺബ്രാൻഡഡ് ടൈൽസ് വിരിച്ച ഫ്ലോർ ബ്രാൻഡഡ് വിരിച്ച ഫ്ലോറിനെക്കാട്ടിലും ഭംഗിയായിട്ട് കിടക്കുന്നത്. പക്ഷേ ഈ ഭംഗി അധികം നാൾ കിടക്കില്ല. കാരണം ടൈൽസിന്റെ തേയ്മാനം എങ്ങനെ വരും എന്ന് തീരുമാനിക്കുന്നത് അതിന് കൊടുക്കുന്ന ഹീറ്റിംഗ് ആണ്. അപ്പം ഇന്ന് കാണാൻ കൊള്ളാവുന്ന ടൈല് ഒരു പക്ഷേ ഒരു
രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സർഫേസ് മങ്ങി തുടങ്ങും. എന്നാൽ ഒരു ബ്രാൻഡഡ് ടൈൽസ് അതിനെക്കാട്ടിലും 3-4 വട്ടം അല്ലെങ്കിൽ 4 ടൈംസ് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ബട്ട് ബജറ്റ് ഈസ് ബജറ്റ്. ബജറ്റാണ് രാജാവ്. ബജറ്റാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ടൈൽ എടുക്കും എന്നുള്ളത്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ആയി കാണും ബ്രാൻഡഡും അൺബ്രാൻഡഡ് ഇടയ്ക്ക് എങ്ങനെ ടൈൽസ് സെലക്ട് ചെയ്യണമെന്ന്. ഇതുപോലെ ഇനിയും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞങ്ങൾ കൊണ്ടുവരും. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻസ് ഞങ്ങൾ കാത്തിരിക്കും.